കിഴക്കമ്പലത്തെ ഈ വീട്ടമ്മയുടെ വാക്കുകൾ കേൾക്കുക. തിരഞ്ഞെടുപ്പ് എടുക്കാറായപ്പോൾ ഓരോരോ വിഴുപ്പുകൾ പല പല പാർട്ടികളിൽ വന്ന് അടിയുന്നുണ്ട്. ഇവരെല്ലാം പറയുന്നത് ഈ നാടകമെല്ലാം കളിക്കുന്നത് ഇവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടിയാണെന്നാണ്. വളർന്നു വളർന്ന് വെളിയിലേക്ക് തള്ളി നിൽക്കുന്ന കുമ്പ തന്നെ പ്രവർത്തനമെല്ലാം ആർക്കു വേണ്ടിയായിരുന്നു, ആ പ്രവർത്തന വിഹിതം എവിടെയാണ് ഡിപ്പോസിറ്റ് ചെയ്തിരിക്കുന്നത് എന്നതിൻ്റെ തെളിവാണ് ഈ പീത്തവയർ. ഉദാഹരണത്തിന് PC ജോർജിൻ്റെ കാര്യമെടുക്കുക. പാർട്ടികൾ മാറി മാറി 7 തവണ MLA ആയി. വർഗീയത പറഞ്ഞും തമ്മിൽ തല്ലിച്ചും കുതികാലി വെട്ടിയും ജോർജും കുടുംബവും വളർന്നതല്ലാതെ ജനങ്ങൾക്ക് എന്ത് നേട്ടമുണ്ടായി? എന്നിട്ട് ആർത്തി തീരാതെ ഇപ്പോൾ അടുത്ത ചാട്ടം നടത്തി എളിച്ചുകൊണ്ട് വന്നിരിക്കുകയാണ്. ഇനി കിഴക്കമ്പലം പഞ്ചായത്തിലെ ഒരു വീട്ടമ്മയുടെ അനുഭവസാക്ഷി നമ്മൾക്ക് കേൾക്കാം. ഞങ്ങൾ ചോദിക്കുകയാണ്, കേരളത്തിലെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പ്രവർത്തകനെക്കുറിച്ച്, അവരുടെ മണ്ഡലത്തിലെ ഏതെങ്കിലും ഒരു വ്യക്തിക്ക് തങ്ങളുടെ നിത്യജീവിതത്തിൽ ഇതുപോലെയുള്ള മാറ്റങ്ങൾ കൊണ്ടുവരുവാൻ കഴിഞ്ഞിട്ടുണ്ടെന്ന് പറയുവാൻ സാധിക്കുമോ? വളരെയേറെ നല്ല കാര്യങ്ങൾ ചെയ്ത ഒരാളുണ്ടായിരുന്നു, ഉമ്മൻചാണ്ടി. പക്ഷേ ഉമ്മൻചാണ്ടി ഇന്നില്ല. എന്നിട്ടും നമ്മൾ ജാതിയും മതവും ഇസവും പാർട്ടിയും ഒക്കെ പറഞ്ഞ് ഈ കള്ളപ്പരീക്ഷകളുടെ പുറകെ പോവുകയാണ്. നമുക്ക് എന്ന് ബോധം വെക്കും? നമുക്കൊരു മാറ്റമൊക്കെ വേണ്ടേ? സൂസൻ എന്ന കിഴക്കമ്പലം സ്വദേശിയായ വീട്ടമ്മയുടെയും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഞങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരുടെ പ്രതികരണങ്ങളും നമുക്കിനി കേൾക്കാം. ഈ വീഡിയോ പരമാവധി ആളുകളിലേക്ക് ഷെയർ ചെയ്ത് നൽകുക. അതുപോലെ ITV ന്യൂസ് നിങ്ങൾ കാണുന്നുണ്ടാവാം, പക്ഷേ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കുക. ഞാൻ കിഴക്കമ്പലം പഞ്ചായത്തിലെ ഒരു കുടുംബത്തിലെ അംഗമാണ്. സാറേ, ഞങ്ങൾ 9 വർഷമായി ഞങ്ങൾ ഈ സാറിന്റെ ഇതിൽ ചേർന്നിട്ട്. ഞങ്ങൾക്ക് ഈ 9 വർഷം കൊണ്ട് ഞങ്ങൾ ഈ അത്രയും കാലം അനുഭവിച്ചിട്ടില്ലാത്ത ഒരു ജീവിതം ഞങ്ങൾക്കിപ്പോൾ. ഞങ്ങളുടെ ഭവനങ്ങളിലൊന്നും ഒരു ഒരു നിത്യോപക സാധനങ്ങൾക്കൊന്നും ഞങ്ങൾക്ക് ഇപ്പോഴും ഒരു ബുദ്ധിമുട്ടുമില്ല. ഞങ്ങളുടെ അടുക്കളകളിലൊക്കെ ഞങ്ങളുടെ ഇഷ്ടാനുസരണ സാധനങ്ങൾ, ഞങ്ങൾ ഒരു കുപ്പി വെളിച്ചെണ്ണ പോലും ഞങ്ങളുടെ അടുക്കളയിൽ സ്റ്റോക്ക് വന്നത് ഈ സാറ് ഈ പ്രവർത്തനം തുടങ്ങിയിട്ടില്ല. ഞങ്ങൾക്ക് ഇന്നും ഞങ്ങളുടെ കുടുംബങ്ങളിലൊന്നും ഒരു ദാരിദ്ര്യം ഞങ്ങൾക്കില്ല. ഈ പ്രവർത്തനത്തിനും ഇത് അനുകൂലം പറ്റിക്കൊണ്ടിരിക്കുന്ന ആൾക്കാർ വരെ സാറിനെതിരെ നിൽക്കുന്നുണ്ട്. വാങ്ങിച്ചു കൊണ്ടുവന്ന് കഴിക്കുകയും പിന്നെ സാറിനെതിരെ നിൽക്കുകയും ചെയ്യുന്നു. അതുപോലെ ആ പ്രതിഷേധവും ആ പന്തംകൊളുത്തി പ്രകടനം നടത്തിയിലൊക്കെ നല്ല ശതമാനവും അവിടുന്ന് ഇത് മേടിച്ച് കഴിക്കുന്നവർ തന്നെയല്ലേ ആ ബഹളം വെച്ചത്? അതെ 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 3/4% അങ്ങനെ തന്നെയാ. അവര് വീടുകളിൽ ഇരിക്കുന്ന പെണ്ണുങ്ങളെ പെട്ട് വാങ്ങിക്കുകയും ആണുങ്ങൾ ഇതിന് പ്രതിഷേധത്തിന് നടക്കുകയും ചെയ്യും. സാറേ, ഞങ്ങൾക്ക് എനിക്കൊക്കെ പേടി എന്ന് പറഞ്ഞത് ഞങ്ങളുടെ സാറിനൊന്നും പറ്റല്ലേ എന്നുള്ളൊരു ഇത് മാത്രമേ എനിക്ക് ഉള്ളൂ. ഞാനൊക്കെ ഒരുപാട് അനുഭവിച്ചിട്ട് സാറിന്റെ ഒരു കരുണയും കൊണ്ട് ജീവിക്കുന്ന ആളുകളാണ്. ഞാനെന്നല്ല, ഈ പഞ്ചായത്തിലെ 100% ആളുകളും മാറി നിന്നിട്ട് ആ കൊടി പിടിച്ച ആളുകളിൽ പലരെയും ഞാൻ കണ്ടിട്ടുണ്ട്. ഈ സാറിന്റെ അനുകൂലം പറ്റുന്ന ആളുകൾ സാറിനെ മണ്ണി ചവിട്ടിക്കൂലെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ഞാനൊരു രോഗിയായിട്ട് കിടക്കുന്നതാണ്. എൻ്റെ വീട്ടിൽ എൻ്റെ ഭർത്താവ് അപകടം പറ്റി വീണ് നടുവൊടിഞ്ഞ് ഇരിക്കുന്ന ആളാണ്. ഞാനിപ്പോൾ ഒരു വണ്ടി ആക്സിഡന്റിൽ പെട്ട് എൻ്റെ കാലൊടിഞ്ഞ് ഞാൻ കിടക്കുന്ന കട്ടിലേലിരുന്നിട്ടാണ് വിളിക്കുന്നത്. എനിക്കൊക്കെ ഒത്തിരി, ഞാനിപ്പോൾ സാറിനെ കാണാൻ പോയിട്ടില്ല. സാറിനെ ചെന്ന് കണ്ടു കഴിഞ്ഞാൽ എനിക്ക് എന്തെങ്കിലും സഹായം കിട്ടും. സാർ ഒരുപാട് വീടുകൾക്ക് ഞങ്ങളിവിടെ ഈ പരിസരത്ത് തന്നെ ഒരുപാട് വീടുകൾ മെയിൻ്റെനൻസ് ചെയ്ത് കൊടുക്കുകയും ഇല്ലാത്തവർക്ക് പണിത് കൊടുക്കുകയും ഒരുപാട് കിടപ്പ് രോഗികൾക്ക് മാസാമാസം സാറ് പെൻഷൻ കൊടുക്കുന്ന പോലെ കാശ് കൊടുക്കുകയും അനാഥ പിള്ളേർക്ക് തന്തയും തള്ളയില്ലാത്ത കുട്ടികൾക്ക് മാസാമാസം പൈസ കൊടുക്കുകയും ഇങ്ങനെയെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് സാറ്. ആ സാറിന് ഒന്നും വരുത്തല്ലേ എന്നുള്ളൊരു പ്രാർത്ഥന മാത്രമേ ഞങ്ങൾക്കുള്ളൂ. എനിക്ക് ഒത്തിരി വിഷമം തോന്നി അത് കണ്ടപ്പോൾ. പൂത്തർക്ക പഞ്ചായത്തിൽ കോലഞ്ചേരിയിൽ നടന്നതിൽ അതിൽ ഞാൻ പങ്കെടുക്കേണ്ട ആളാണ്. പക്ഷെ എനിക്ക് പോകാൻ പറ്റുന്നതിൽ ഭയങ്കര സങ്കടമുണ്ട്. ഈ പഞ്ചായത്തിൽ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ തുടങ്ങിയിട്ട് 25 വീട് വെച്ച് തുടക്കത്തിൽ തുടങ്ങിയ ആളാണ് ഞാൻ. അത് ഈ പഞ്ചായത്ത് മൊത്തം വ്യാപിച്ചു. എന്തോരം പട്ടിണി കിടക്കുന്ന ആളുകൾക്ക് 200 പേർക്ക് ഒരു ദിവസം ഉച്ചഭക്ഷണം സാർ അവിടെ ആ ഗ്രൗണ്ടിൽ കൊടുക്കുന്നുണ്ട്. പണിയെടുക്കാതെ അലഞ്ഞു തിരിഞ്ഞ്
പണിയെടുക്കാൻ വഴിയില്ലാണ്ട് അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന ആളുകൾക്ക് ഭക്ഷണം കഴിക്കാൻ നിവൃത്തിയില്ലാത്തവർക്ക് 200 പേർക്ക് ഉച്ചഭക്ഷണം സാറ് കൊടുക്കുന്നുണ്ട്. അതുപോലെ സാറിന്റെ വീട്ടിൽ ചെന്ന് 7 മണി മുതൽ 9 മണി വരെ സാർ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് വന്നത് ഈ ജനങ്ങളുടെ മുഖം കണ്ടിട്ടാ. ഓരോരുത്തരും ഒരേ ആവശ്യങ്ങൾ പറഞ്ഞു ചെല്ലുന്ന അവർക്കൊക്കെ സാറ് പരിഹാരം ഉണ്ടാക്കി കൊടുത്തിട്ടാ സാറ് നടക്കണേ. ആ സാറ് പിന്നെ ഇവിടെ നടത്താനിരുന്ന ഒരു പ്രോജക്റ്റ് തെലുങ്കാനയെ കൊണ്ടുപോയി നടത്താൻ ഇടയാക്കിയത് ഈ പിണറായി സർക്കാരും ഈ ജനങ്ങളും കൂടിയിട്ട് ഈ കമ്മ്യൂണിസ്റ്റുകാരും ഈ എതിർകക്ഷികളും കൂടിയിട്ടാണ്. അല്ലെങ്കിൽ അത് ഇവിടെ നടത്തി എന്തോരം പിള്ളേർക്ക് ജോലി കിട്ടിയെന്നറിയാമോ? ഇന്ന് ഞങ്ങളുടെ മുറ്റത്ത് വണ്ടി വന്ന് കയറ്റിക്കൊണ്ട് പോവുക. ഒരു വണ്ടിക്കൂലി കൊടുക്കണ്ട, ഒരു ഭക്ഷണ ചെലവിന് കൊടുക്കണ്ട. ഇത് ഒരു മുടക്കൂല. നേരം വെച്ചാൽ ഡ്രസ്സ് മാറിയാൽ വണ്ടിയിട്ട് കയറി അങ്ങ് പോയാൽ മതി. വൈകുന്നേരം വീട്ടിൽ കൊണ്ടുവന്ന് ഇറക്കി വിടുക. അങ്ങനെ ചെയ്യുന്ന ഒരു സാറിനെയാണ് ഈ ജനങ്ങൾ കൂടിയും പിടിച്ച് നടക്കണം. അവർക്ക് തിന്നാൻ കിട്ടണില്ല, അത്രേ ഉള്ളൂ. ഈ 5-6 പഞ്ചായത്ത് സാറ് ഭരിക്കുന്നുണ്ട്. അവിടെ ഈ 22 ലക്ഷം രൂപ പഞ്ചായത്തിൽ ബാലൻസ് വന്ന എങ്ങനെയാ സാറേ? അത്രയും കാശ് ഇവര് തിന്നേണ്ട കാശല്ലേ? അത് അവർക്ക് തിന്നാൻ കിട്ടിയില്ല. സാറിന് ആ കാശ് വീട്ടിൽ കൊണ്ടുപോയി തിന്നേണ്ട കാര്യമില്ല. അപ്പൊ എല്ലാം കഴിച്ചിട്ടാണ് സാർ അത്രയും മിച്ചം വെച്ചു. ഇവിടെ എത്ര റോഡുകൾ, എത്ര വഴികൾ അവിടെ മുടക്കി കിടക്കും. ഈ ഫ്രീനേജ് മുടക്കിയിട്ടേക്കണെന്നറിയാമോ? പണിത് പകുതിയാക്കിയിട്ടേക്കുക. ആ പകുതി പണിത് വെച്ചേക്കണ റോഡൊക്കെ നിങ്ങളൊന്ന് വന്ന് കാണണം, ഏത് രീതിയിലാണ് കിടക്കണേന്ന്. 4 വണ്ടിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാം. പോക്കറ്റ് റോഡ് നന്നാക്കിയിട്ടേക്കണത്. കുറെ പേര് കൊടുക്കൂല, കുറെ പേര് കൊടുക്കും. അങ്ങനെ മുടക്കിയിട്ടേക്കുക. എവിടെയെങ്കിലും ഒന്ന് തുടങ്ങാൻ ചെല്ലുമ്പോഴത്തേക്കും ഫ്രീനേജും കയറി കൊടുക്കും. എന്തിനാ സാറേ ഇവനൊക്കെ MLA ആയിട്ടിരിക്കണേ? ജാതി പറയുമ്പോ നാണക്കേടാണെങ്കിൽ അവനൊക്കെ പോയി വല്ല മാമൂദീസയും മുങ്ങട്ടെ, അല്ലെങ്കിൽ വല്ല പട്ടരെയും കൂടട്ടെ. അവനൊക്കെ എന്തിനാ പേനായിട്ട് ജനിച്ചിട്ട് അത് പറയാൻ പാടില്ലാത്ത എന്താ? ജാതി പറയണ സാറേ എവിടെയാ ജാതി പറഞ്ഞു? ഇവര് പലതും പറയണ്ടല്ലോ. അതെന്താ ഇവർക്ക് പറയണതിന് കുഴപ്പമില്ല, മറ്റുള്ളവർക്ക് പറയാൻ പാടില്ല? ഇവരെന്തെല്ലാം പറയുന്നുണ്ട്, എന്തെല്ലാം പറയാൻ പാടില്ലാത്ത വാക്കുകൾ ഇവൻ പറഞ്ഞു. ഇവനത് നാണക്കേടാണെങ്കിൽ ഇവൻ എവിടെയെങ്കിലും പോയി മാമോത്സവം ഇങ്ങോട്ടെ. അവൻ ക്രിസ്ത്യാനി ആവട്ടെ, അപ്പൊ പിന്നെ അവനെ പറയില്ലല്ലോ. അല്ലാതെ അത് പിന്നെ എന്താ അതിനെ പറയാ? ഇവന് ഈ ജാതി പറഞ്ഞെന്ന് പറഞ്ഞ അതാണ് ഒരു വിജയം. അത് അവൻ കണ്ടേക്കണ ഒരു ജയം. അത് എവിടെയും ജാതി പറഞ്ഞേക്കണേ? സാറ് ഉള്ള കാര്യമല്ലേ പറഞ്ഞോളൂ. സാറ് ഈ പഞ്ചായത്ത് വഴി എല്ലാം ഇങ്ങനെ കയറി ഇറങ്ങി മുടക്കാൻ നടക്കണേ. സാർ, ഞാൻ പാലക്കാട് നിന്നാണ്, ഹരിദാസ്. പറഞ്ഞു. നമുക്ക് നമ്മുടെ നാട് നന്നാകാൻ വേണ്ടി നമ്മുടെ സാബു സാറുടെ കാര്യങ്ങൾ ഞാൻ ഒരുപാട് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതേപോലെ സാറിന്റെ വീഡിയോസ് ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ട്. എനിക്കിപ്പോ വന്നിട്ട് ഇപ്പൊ ഉള്ള ഈ എന്താ ഞാൻ പറയാൻ ഒരുപാടുണ്ട്. എന്നാലും ഇതിനു വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം സാർ? നമുക്ക് സാബു സാറുടെ ഭരണം എന്ന് വെച്ചാല് ഒരു നല്ല മനുഷ്യരുടെ കയ്യിൽ നമ്മുടെ കേരളത്തിന് കൊടുത്ത്, നമ്മുടെ കേരളം എന്ന് പറഞ്ഞ ഒരു ദൈവത്തിന്റെ സ്വന്തം നാട് എന്നുള്ളത് പണ്ട് മുതലേ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, അത് സാക്ഷാത്കരിക്കണമെങ്കിൽ നമ്മുടെ സാബു സാറിനെ പോലുള്ള ഓരോ മനുഷ്യരുടെ കയ്യിൽ ആ നമ്മുടെ നാടിനെ കൊടുത്തിട്ട് അവരുടെ കീഴിൽ ഈ ഭരണം വന്നാൽ മാത്രമേ അത് സാധ്യമാകത്തുള്ളൂ. അതിന് നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് ചെയ്യേണ്ടത്, നമുക്ക് പാലക്കാട് ശക്തമാക്കുക 2020. അതിന് പറ്റാവുന്ന പരമാവധി ആളുകളെ ഒക്കെ ചേർക്കാനുള്ള കാര്യങ്ങൾ ചെയ്യുക. ഞാൻ 2020 പ്രവർത്തകർക്ക് ഈ നമ്പർ കൊടുക്കാം. അവരെ പരമാവധി സപ്പോർട്ട് ചെയ്യുക. നമുക്ക് പരമാവധി ആളുകളിലേക്ക് ഈ വാർത്തകൾ അയച്ചു കൊടുക്കുക. ഉറപ്പായിട്ട് സാറേ നമ്മുടെ എന്താ പറയാ ധീരമായ ഓരോ നേതാക്കന്മാർ പറഞ്ഞില്ലേ, സുഭാഷ് ചന്ദ്രബോസ്. അത് കഴിഞ്ഞാൽ എനിക്ക് ഇഷ്ടപ്പെട്ട ആൾക്ക് ഞാൻ പറയാം, മോദി ആയിക്കോട്ടെ, അതേപോലെ സുരേഷ് ഗോപി ആയിക്കോട്ടെ, അതേപോലെ ഏറ്റവും എനിക്കിപ്പോ മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഒരു വ്യക്തി പറയുന്നത് നമ്മുടെ സാബു സാറാണ്. ഓക്കെ, ഈ നല്ല നല്ല മനുഷ്യരുടെ കയ്യിൽ നമ്മുടെ നാട് എത്തിപ്പെടണം. അതിനു വേണ്ടി നമ്മൾ അഹോരാത്രം നമ്മൾ പ്രയത്നിക്കുക, ഒരു കുഴപ്പമില്ല. നമ്മുടെ നാട് ദൈവത്തിന്റെ സ്വന്തം നാട് എന്നുള്ളത് ഈ ലോകം മുഴുവൻ പോസ്റ്റ് ഓട്ടി അത് നമ്മൾ ആഘോഷിക്കണം. അതിന് സാബു സാറിന്റെ കയ്യിൽ എത്തിയാൽ മാത്രമേ നടക്കത്തുള്ളൂ. ഞാൻ ITI ന്യൂസിന്റെ ഒരു സ്ഥിരം പ്രേക്ഷകയാണ്. ഞാൻ ഇപ്പോൾ US നിന്നാണ് വിളിക്കുന്നത്. എൻ്റെ സ്ഥിരം വീട് പെരുമ്പാവൂർ, എറണാകുളം ഡിസ്ട്രിക്റ്റാണ്. കിഴക്കമ്പലം ഞങ്ങളുടെ ഏറ്റവും അടുത്ത ഒരു സ്ഥലമാണ്. കിഴക്കമ്പലത്തു നിന്നുള്ള കുറേ ആൾക്കാരുടെ വീടുകളൊക്കെ ഞങ്ങളുടെ അടുത്തൊക്കെ ഉണ്ട്. അവരെപ്പോഴും കിഴക്കമ്പലത്തെക്കുറിച്ച് ഒത്തിരി നല്ല നല്ല കാര്യങ്ങൾ ഞങ്ങളോട് പറയും. അപ്പോൾ ഞങ്ങളെപ്പോഴും ചിന്തിക്കുമായിരുന്നു, ദൈവമേ ഞങ്ങളുടെ പഞ്ചായത്തും കൂടെ അങ്ങനെയൊന്ന് ഉയർന്നു വന്നതായിരുന്നെങ്കിൽ എത്ര നല്ലതായിരുന്നു എന്ന്. സാബു സാറ് ഇതിനു വേണ്ടി ഇനിയും പ്രവർത്തിക്കുകയാണ് എങ്കിൽ
ഞങ്ങളുടെ ഒക്കെ വോട്ട് സാബു സാറിന് ലഭിക്കും. അതുപോലെ ഞങ്ങളുടെ കുടുംബങ്ങളുടെയും. കാരണം അതുപോലെ കിഴക്കമ്പലത്തെ എല്ലാ കാര്യങ്ങളും ഞങ്ങൾ കേട്ടറിഞ്ഞിരിക്കുന്നതാണ്. ഇനിയും സാബു സാർ അതിനുവേണ്ടി നിൽക്കുകയാണെങ്കിൽ ഞങ്ങളുടെ പൂർണ്ണ സഹകരണവും ഉണ്ടായിരിക്കും. അതുപോലെ സാബു സാറിനെ എറണാകുളത്തു നിന്ന് ഓടിച്ച് ആന്ധ്രാപ്രദേശ് വരെ കൊണ്ടെത്തിച്ച പിണറായിയുടെ മുന്നിൽ ആ സാർ അതുപോലെ തന്നെ തിരിച്ചു വരണമെന്ന് ഞങ്ങളുടെയൊക്കെ ഒരു ആഗ്രഹമാണ്. എത്ര പേർക്ക് ജോലി കൊടുക്കേണ്ടതായിരുന്നു കേരളത്തിൽ. ആ ജോലിയൊക്കെ മറ്റുള്ള സ്റ്റേറ്റിന് കിട്ടാൻ ഈ പിണറായിയുടെ നിമിത്തമാണല്ലോ ഇത് സംഭവിച്ചത് എന്നോർത്ത് എനിക്ക് വളരെ വിഷമമുണ്ട്. ഗവർണറെ പോലും വെറുതെ വിടാത്ത മനുഷ്യൻ ഇനിയും ഈ നമ്മുടെ നാട്ടിൽ ആർക്കു വേണ്ടി ചെയ്യും? നിഷ്കളങ്കരായ ആൾക്കാരെ ആ മനുഷ്യൻ വെറുതെ വിടത്തില്ല. എന്ത് ചെയ്യാനാ? ഇയാളെ ഓടിക്കാൻ ഈ പ്രതിപക്ഷത്തിനും ഒന്നിനും കഴിവില്ല. പിന്നെ നമുക്കൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. സാബു സാർ ഈ ഇലക്ഷന് വേണ്ടി മത്സരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അതിന് ഈ കേരളത്തിലെ ഒട്ടുമിക്കവാറും ഇതിനു വേണ്ടി അവർ സഹായിക്കും, വോട്ട് ചെയ്യും, പ്രത്യേകിച്ച് സ്ത്രീകളും എന്ന് എനിക്ക് തോന്നുന്നു. അതിനുവേണ്ടി സാറ് ഈ ഇടുന്ന ന്യൂസുകൾ വളരെ ഉപകാരപ്രദമാണ്. ദൈവം അനുഗ്രഹിക്കട്ടെ സാറിനെയും സുനിൽ സാറിനെയും. എൻ്റെ പേര് നടേശൻ എന്നാണ്. ഞാൻ അബുദാബിയിൽ നിന്നാണ് ഇപ്പോൾ സംസാരിക്കുന്നത്. ഇപ്പോൾ ഈ അടുത്ത ഒരു 2-3 മാസമായിട്ട് ഇങ്ങോട്ട് പോന്നിട്ട് 30 വർഷമായിട്ട് പ്രവാസ ജീവിതം നയിക്കുന്ന ഒരാളാണ്. പ്രവാസ ജീവിതത്തിന് മുമ്പും പ്രവാസ ജീവിതം തുടങ്ങിക്കഴിഞ്ഞിട്ട്, അതായത് കൊറോണയുടെ ഒരു സമയം കഴിഞ്ഞിട്ടും ഈ കിഴക്കമ്പലം പഞ്ചായത്തിൽ വരാനും അവിടെയൊക്കെ കാണാനും അവിടുത്തെ വികസനത്തെക്കുറിച്ച് മനസ്സിലാക്കാനും പറ്റിയ ഒരാളാണ്. അതായത് കിറ്റക്സിൽ ഒരു ഇൻ്റർവ്യൂവിന് വേണ്ടിയിട്ടാണ് ആദ്യം പോകുന്നത് 30 വർഷം മുൻപ്. അതിനുശേഷം ഇപ്പം ഈ പുതുതായിട്ട് കുറച്ച് വർക്കുകൾ ഇൻറ്റീരിയർ ഡിസൈനിങ്ങിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അവിടെ വേറെ കുറേ വർക്കിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് കോൺട്രാക്ട് എടുക്കുന്നതിന് വേണ്ടിയിട്ട് സൈറ്റ് വിസിറ്റിനൊക്കെ ആയിട്ട് പോയ സമയത്ത് ഈ കിഴക്കമ്പലം പഞ്ചായത്ത് വഴി കുറച്ചധികം ദൂരം സഞ്ചരിക്കേണ്ടി വന്നു. വളരെയേറെ അത്ഭുതപ്പെടുത്തിയ ഒരു സംഭവമാണ്. കാരണം കേരളത്തിൽ ഒരു പഞ്ചായത്ത് എന്നല്ല, ഇപ്പം 2020 ഭരിക്കുന്ന പഞ്ചായത്തുകളിലെല്ലാം തന്നെ മിച്ച ബഡ്ജറ്റും കാര്യങ്ങളും ഒക്കെ ആവുകയും ഇത്രയും നല്ലൊരു ജനങ്ങൾക്ക് ജീവിക്കാൻ പറ്റിയ രീതിക്കുള്ള ഒരു അന്തരീക്ഷം ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്യണമെങ്കിൽ അതിന് അർപ്പണ മനോഭാവവും കണ്ടവൻ്റെ മുതലിനെ ആഗ്രഹിക്കാതിരിക്കുന്ന ഒരു ചിന്താശേഷിയുള്ളവർക്കേ നടക്കുള്ളൂ. അത് കിറ്റക്സിലെ സാബു സാറിനെ പോലുള്ളവരെ കൊണ്ടേ നടക്കത്തുള്ളൂ. പ്രവാസ ലോകത്താണ് ജീവിക്കണമെങ്കിലും ഇപ്പോഴും വളരെയേറെ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുകയാണ് നാട്ടിലെത്തിയിട്ട് ഇതിൻ്റെ ഒരു ഭാഗമാകണം, ഇതിൻ്റെ ഭാഗമായിട്ട് നാടിന് വേണ്ടി പ്രവർത്തിക്കണം എന്ന്. ഈ കിഴക്കമ്പലത്ത് നടത്തിയിട്ടുള്ള അതേ പ്രവർത്തികളൊക്കെ നമ്മുടെ നാട്ടിൽ, അതായത് ഈ കൊറോണയുടെ ഒരു എഫക്റ്റ് ഉണ്ടായ സമയത്ത് നാട്ടിൽ നിൽക്കുന്ന സമയത്ത് ഈ കുടുംബശ്രീയിലെ സ്ത്രീകളും പഞ്ചായത്ത് മെമ്പറേയും ഒക്കെ കൂടി വിളിച്ച് നമ്മൾ ഇതുപോലൊരു കാര്യം പറഞ്ഞ്, ഇഷ്ടംപോലെ സ്ഥലങ്ങൾ നമ്മുടെ ഏരിയയിൽ വേസ്റ്റായിട്ട് കിടപ്പുണ്ട്. അത് ഈ പഞ്ചായത്ത് മെമ്പറോ പഞ്ചായത്ത് പ്രസിഡന്റോ ഇവരൊക്കെ കൂടി ചെന്ന് സംസാരിച്ചു കഴിഞ്ഞാൽ ആ സ്ഥലത്തിൻ്റെ ഉടമകൾ കൃഷി ചെയ്യാനും അതിനൊക്കെ ആയിട്ട് വിട്ട് കിട്ടും. കാരണം എന്താ വെച്ചാൽ ഈ തൊഴിലുറപ്പുകാർ സ്ത്രീകൾ വഴിയരികിലുള്ള പച്ച വെട്ടിയും വേറെയുള്ള വസ്തു ഉള്ളവൻ്റെ വീട്ടിൽ പോയി അവിടുത്തെ പച്ചയൊക്കെ വെട്ടിത്തെളിച്ച് പറമ്പ് ക്ലീനാക്കി കൊടുക്കുമ്പം ഇവരെ ഒരു യൂണിറ്റായിട്ടൊരു പഞ്ചായത്തിൽ നിന്ന് സംഘടിപ്പിച്ചിട്ട് ഇതുപോലുള്ള തരിശ് സ്ഥലങ്ങൾ ഏറ്റെടുത്തിട്ട് കൃഷി ചെയ്യുക. ആ കൃഷി ചെയ്യുമ്പോഴത്തേക്ക് ഈ തൊഴിലുറപ്പിൻ്റെ സംഘാടകർ അല്ലെങ്കിൽ തൊഴിലുറപ്പിൽ പ്രവർത്തിക്കുന്നവർ വരുമാനം ഉണ്ടാക്കിയെടുക്കുക. അതുപോലെ തന്നെ തൊഴിലില്ലായ്മ വേതനം കൈപ്പറ്റുന്ന ആൾക്കാരെ കൂട്ടിയിട്ട് നമുക്ക് ഇങ്ങനെയുള്ള പ്രവർത്തികൾ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങളുടെയൊക്കെ നാട്ടിൽ ഒരുത്തനും ഇതൊന്നും ചെവിക്കൊള്ളണില്ല. അവർക്കൊക്കെ രാവിലെ മറ്റേ റബ്ബർ പാല് മുക്കിയ ഷർട്ടും മുണ്ടും ഒക്കെ ഇട്ട് നല്ല ഉടയാതെ കൃത്യമായിട്ട് ഒരു 8-9-10 മണിയൊക്കെ ആകുമ്പോൾ ടൗണിൽ വരിക, മുനിസിപ്പാലിറ്റിയുടെ ഓഫീസിലോ പഞ്ചായത്ത് ഓഫീസിലോ ഒക്കെ ഒന്ന് വെല്ലസിൽ പോവുക. ഇതൊക്കെയാണ് ഇവരുടെയൊക്കെ ഒരു ജീവിത രീതി. കിഴക്കമ്പലം പഞ്ചായത്തിൽ 5 രൂപയ്ക്കോ 6 രൂപയ്ക്കോ 1 ലിറ്റർ പാല് കിട്ടുമ്പം 48 രൂപ കൊടുത്ത് പാല് മേടിക്കുന്ന ഞങ്ങളുടെയൊക്കെ വീടുകളിലുള്ളവർ ഇപ്പം അത്ഭുതപ്പെടുകയാണ്. കാരണം എന്താ വെച്ചാൽ നിത്യോപയോഗ സാധനങ്ങൾ പകുതി വിലയ്ക്ക് കിട്ടുന്നത്. ഇതൊക്കെ കിഴക്കമ്പലം പഞ്ചായത്തിൽ വേറെ എങ്ങൊന്നും കൊണ്ടുവന്നിട്ട് ചെയ്യുന്നതല്ല.
അതാണ് അർപ്പണ മനോഭാവമുള്ള ആൾക്കാർ ആ കൂട്ടത്തിലുണ്ട്. അതുപോലെ തന്നെ ഒത്തിരി മേഖലകളിലേക്ക് ഇറങ്ങി വരേണ്ടതായിട്ടുണ്ട്. 2020-2020യുടെ എല്ലാ ഈ യൂണിറ്റുകൾ എല്ലാ പഞ്ചായത്തുകളിലും സ്ഥാപിക്കാനായിട്ട് എന്തൊക്കെയാണോ അതിൻ്റെ നടപടികളിലേക്ക് ഇറങ്ങേണ്ടത്, അതിനുവേണ്ടി ഇവിടുന്ന് നാട്ടിലെത്തി ഒരു ദിവസം എത്തിയെന്നാൽ ഒരു ദിവസം പ്രവർത്തിക്കാൻ തയ്യാറായിട്ടുള്ള മനോഭാവത്തോടു കൂടിയാണ് അറിയിക്കുന്നത്. ഞങ്ങളുടെയൊക്കെ നാട്ടിലും, അതായത് വൈക്കം എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ഏറ്റവും അധപ്പതിച്ച് കിടക്കുന്ന, അതായത് റിസർവേഡ് സീറ്റ് ആയതുകൊണ്ട് ഇപ്പം ഞങ്ങളുടെ MLA എന്ന് പറഞ്ഞാൽ CK ആശ എന്ന് പറയും. ഞങ്ങളുടെ നാട്ടിലൂടെ നിങ്ങൾ ഒരു പ്രാവശ്യം വന്നു പോയെന്നാൽ പിന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും വൈക്കത്തേക്ക് തിരിച്ചു കയറിയില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അത്രയ്ക്ക് നല്ല അടിപൊളി റോഡൊക്കെയാണ് കേരളത്തിലെന്നല്ല, ഇന്ത്യയിലെ എല്ലാ സ്ഥലങ്ങളിലും, ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും, കേരളത്തിലെ എല്ലാ ജില്ലകളിലും എൻ്റെ തൊഴിലിൻ്റെ ഭാഗമായിട്ട് സഞ്ചരിക്കേണ്ടി വന്നിട്ടുള്ള ഒരാളാണ്. ഇത്രയും വൃത്തികെട്ട ഒരു ജീവിത സാഹചര്യം ജനങ്ങൾക്ക് സമ്മാനിക്കുന്ന ഒരു താലൂക്ക് എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. അതുകൊണ്ട് I2I ന്യൂസിലൂടെ സുനിലിനെ പരിചയപ്പെടുകയും പെടാൻ സാധിച്ചതുകൊണ്ട് ഇത് സാബു സാറിൻ്റെയും മറ്റും അല്ലെങ്കിൽ 2020യുടെ അമരക്കാരായിട്ടുള്ള എല്ലാവരിലും ഈ കാര്യങ്ങൾ എത്തിച്ച് കേരളത്തിൻ്റെ എല്ലാ മേഖലകളിലും എല്ലാ സ്ഥലങ്ങളിലും ഇത് വ്യാപിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. ഞാൻ പത്തനംതിട്ട വിളിക്കുന്നത്. എൻ്റെ പേര് ബൈജു. ഈ 2020യുടെ ന്യൂസുകളൊക്കെ സാറ് ഇങ്ങനെ വിടുന്നുണ്ടായിരുന്നല്ലോ, അപ്പൊ അതിനെക്കുറിച്ച് ഞാനൊന്ന് പറയാൻ വേണ്ടിയായിരുന്നു. ഇപ്പം എന്തുകൊണ്ടും നല്ലൊരു സാഹചര്യമാണിത്. കാര്യം ഇപ്പോഴത്തെ ഭരണപക്ഷത്തിനെയും പ്രതിപക്ഷത്തിനെയും വരാൻ പോകുന്ന കോൺഗ്രസിനെയും ജനങ്ങളെല്ലാം അവമതിച്ചു കഴിഞ്ഞു. ഇനി അതിനൊരു ഫ്യൂച്ചർ ഇല്ല. അപ്പൊ ആൾക്കാർ ഈ മുങ്ങി താഴുന്ന ഒരാൾക്ക് ഒരു പിടിവള്ളി എന്ന നിലയിലാണ് ഈ 2020 ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിനിപ്പോ ഒരു നല്ല സ്കോപ്പാണ്. ഈ കേരളത്തിൽ ഉടനീളം ഇത് പടർത്തി വിടാമെങ്കിൽ ഇതിനൊരു നല്ല സ്കോപ്പാണ്. ആൾക്കാർ അതിനെ അംഗീകരിച്ചു കഴിഞ്ഞു. ആൾക്കാർ അതിലേക്ക് കടന്നു വരും. അതുപോലെ തന്നെ ഇപ്പോ ഇനി കണ്ടെത്തേണ്ടത് നല്ല നല്ല നേതാക്കളെയാണ്. കറപ്ഷൻ ഇല്ലാത്ത, നല്ല ആർജവമുള്ള, നല്ല രാജ്യം വളരണമെന്ന ആഗ്രഹമുള്ള നല്ല നല്ല നേതാക്കളെ കണ്ടെത്തി ഇതിലേക്ക് കൊണ്ടുവരികയാണ് ഇനി വേണ്ടത്. അപ്പൊ അതിനു വേണ്ടിയിട്ട് ഒരുപാട് IPS IAS ഗവൺമെന്റ് സെക്ടറിലൊക്കെ നല്ല റെക്കോർഡോടുകൂടി റിട്ടയർഡ് ആയ ആൾക്കാരുണ്ട്. നല്ല ഭരണ മികവുള്ളവരും കഴിവുള്ളവരും ഒക്കെ ഉണ്ട്. അവരൊക്കെ ഇപ്പൊ വിശ്രമ ജീവിതം നയിക്കുക. ഇവരൊക്കെ കൊണ്ടുവരണം നല്ല ആൾക്കാരെ, അതായത് യാതൊരു ബാധ്യതയും ഇല്ലാതെ സർവീസിൽ നിന്നൊക്കെ വിരമിച്ച് നല്ല ക്രെഡിബിലിറ്റിയോടുകൂടി വിരമിച്ച ആൾക്കാരെയൊക്കെ ഇതിലേക്ക് കൊണ്ടുവരണം. നല്ല ആൾക്കാരെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇനി ഇതിലേക്ക് ആൾക്കാരുകൾ കടന്നു വരും. നല്ലൊരു മൂവ്മെന്റ് ആയിട്ട് ഇത് കൊണ്ടുവരാൻ പറ്റുന്നതായിരിക്കും. അതിനുവേണ്ടി ശ്രമിക്കാൻ വേണ്ടി ഒരു വിധിയാണ്. എൻ്റെ ഒരു അഭിപ്രായം രേഖപ്പെടുത്തുന്നുണ്ടായിരുന്നു. എല്ലാവിധ ആശംസകളും. ഗുഡ് മോർണിംഗ് സാർ. എൻ്റെ പേര് മേരി എന്നാണ്. ഞാൻ അങ്കമാലിയിൽ നിന്നാണ്. ഞാൻ വിളിക്കുന്നത്, ഞാനിത് സാറിൻ്റെ ഈ മെസ്സേജുകളും ന്യൂസും അതിൻ്റെ എല്ലാം കേൾക്കുന്നുണ്ട്. ഞാൻ 100% എൻ്റെ സപ്പോർട്ട് അറിയിക്കുന്നതാണ്. 2020 ഏറ്റവും അത്യാവശ്യമായിരിക്കുന്ന ഒരു സമയമാണ് നമ്മുടെ സംസ്ഥാനത്തിന്. കാരണം എല്ലാം ഇനിയിപ്പോ എല്ലാവരും പറയുന്നുണ്ട് എന്തുമാത്രം നാട് നശിച്ചുകൊണ്ടിരിക്കുകയെന്ന് ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല. പക്ഷെ ഇത് ഏറ്റവും 2020 പോലെ എന്തെങ്കിലും ഒരു സംരംഭം വന്നാൽ, അല്ലെങ്കിൽ അങ്ങനെ ഒരു സംഘടന വന്നാൽ മാത്രമേ നമ്മുടെ സംസ്ഥാനം രക്ഷപ്പെടുകയുള്ളൂ. അതുകൊണ്ട് ഇത് ഏറ്റവും അത്യാവശ്യമാണ്. ഇതിന് എൻ്റെ ഫുൾ സപ്പോർട്ടുണ്ട്. പക്ഷെ എനിക്ക് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ഞാനൊരു നേഴ്സാണ്. നേഴ്സ് എന്ന് പറഞ്ഞാൽ നേഴ്സിന്റെ എല്ലാ എഡ്യൂക്കേഷനും കഴിഞ്ഞ് USA പഠിച്ച് അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ആളാണ്. കോവിഡ് ടൈമിൽ ഇവിടെ സ്റ്റക്കായി അങ്ങനെ ഒരു ചെറിയൊരു ജോലിയൊക്കെ ആയിട്ട് പോകുന്നു. പക്ഷെ ഏതെങ്കിലും രീതിയിൽ എനിക്ക് ഇതിനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ ഞാൻ ഇപ്പോഴും റെഡിയാണ്. ഞാൻ എൻ്റെ ഫ്രണ്ട്സിനോട് ഫാമിലിയിലും എല്ലായിടത്തും 2020 സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ കിഴക്കമ്പലത്ത് ആ റോട്ടിൽ കൂടെ ഒരിക്കലും പോകാനിടയായ ഞാൻ കണ്ടു. അവിടെ ഒത്തിരി ഡീറ്റെയിൽ എനിക്ക് കാണാൻ പറ്റിയില്ല. ആ സ്ഥലം, ആ ഏരിയ, ആ റോഡും ആ വീടുകളും ഒക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമായി. ഞാൻ എൻ്റെ മനസ്സിൽ ഒത്തിരി ആഗ്രഹിച്ചതാണ് 2 കൊല്ലം മുന്നേ ഇതുപോലെ നമ്മുടെ നാട്ടിൽ എല്ലായിടത്തും ഈ 2020 വന്നിരുന്നെങ്കിൽ അന്ന് ആഗ്രഹിച്ചതാണ്. അപ്പൊ അത് ഇന്നത് യാഥാർത്ഥ്യമാകാൻ പോകുന്നു എന്ന് കാണുമ്പോൾ എനിക്കങ്ങ് അതിയായ സന്തോഷമാണ്. ഇത് തീർച്ചയായിട്ടും 2020 വരണം. അതിനെ നമുക്ക് ജയിപ്പിക്കണം ആ സംരംഭത്തെ. അതിന് എൻ്റെ ഒരു ഹമ്പിൾ സജഷൻ എന്ന് പറഞ്ഞാൽ എങ്ങനെയെങ്കിലും ഒന്ന് ഇറങ്ങണം, ആളുകളുടെ ഇടയിലേക്ക് ഇറങ്ങി എല്ലാവരെയും ഇതൊന്ന് ബോധവൽക്കരിക്കണം. ഇതിപ്പോ സാറിന്റെ ഈ ന്യൂസ് കേൾക്കുന്ന ഒരുപാട് പേര് കേൾക്കുന്നുണ്ട്. ആ കേൾക്കുന്നവർ മാത്രമാണ് ഇത് അറിയപ്പെടുന്നത്. മറ്റുള്ള ആളുകൾക്ക് ഇത് അറിയില്ല. അതുകൊണ്ട് ഇത് എങ്ങനെയെങ്കിലും അറിയിക്കാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ എല്ലാ മണ്ഡലങ്ങളിലും ഒരു സ്ഥാനാർത്ഥിയെ നിർത്താനും എങ്ങനെയെങ്കിലും നമ്മൾ കണ്ടെത്തി അതിന് പറ്റിയ ഒരാള് ഓരോരുത്തരെ ഓരോ സ്ഥലത്ത് വേണം. അങ്ങനെയൊക്കെ എനിക്ക് ഒരുപാട് സംസാരിക്കാൻ അറിയില്ല പൊളിറ്റിക്സ്. പക്ഷെ
ഇത് എങ്ങനെയെങ്കിലും ഇത് മുഴുവൻ നമ്മുടെ സംസ്ഥാനത്ത് മൊത്തം ഇത് വന്ന് വിജയിപ്പിക്കണം എന്ന് ഞാൻ ഒരുപാട് തീവ്രമായി ആഗ്രഹിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് എൻ്റെ സപ്പോർട്ട് അറിയിക്കാൻ സാറിൻ്റെ എല്ലാ ന്യൂസും ഞാൻ ഒന്നും മിസ് ചെയ്യാതെ കേൾക്കാൻ ശ്രമിക്കുന്ന ഒരാളാണ്. നന്മയുള്ളവർ വന്നാലേ നേതാവായിട്ടിരിക്കാൻ പറ്റുള്ളൂ, നമുക്ക് നയിക്കാൻ പറ്റുള്ളത്. ഭരിക്കുകയല്ല വേണ്ട, ഇന്ന് രാവിലെ കേട്ട് ഭരിക്കുകയല്ല വേണ്ട, നയിക്കാൻ. എക്സാക്ട്ലി നയിക്കാനും നമ്മുടെ നാടിന് നന്മ ഉണ്ടാക്കി നല്ല മനസ്സോടുകൂടി നാടിന് നന്മ ആളുകളെ അവരുടെ ജീവിതം ദുരിതത്തിൽ നിന്ന് കരയറ്റി കൊണ്ടുവരാൻ നല്ല മനസ്സുള്ളവർ വേണം. അങ്ങനെ ഇപ്പൊ ഞാൻ ന്യൂസ് കേൾക്കുമ്പോഴും ഓരോരുത്തരുടെ ഷെയറിങ് എന്തോരം മനുഷ്യരുണ്ട്, ഒത്തിരി ആളുകൾ ഇങ്ങനെ നല്ല മനസ്സുള്ളവരുണ്ട്. ആ നല്ല ഉള്ളിൽ നന്മയുള്ളവർ പുറത്തിറങ്ങിയാലാണ് ഇത് നമ്മുടെ നാടും ഉയർന്നു വരുള്ളൂ. ഞാൻ കേരളം എന്ന സംസ്ഥാനത്തിലുള്ള എൻ്റെ എല്ലാ ഹോപ്പും പോയതായിരുന്നു. കാരണം ഞാൻ ഓർത്ത് ഇനി ഇതിന് രക്ഷയില്ല, എങ്ങനെ രക്ഷപ്പെടാനാ, ആര് രക്ഷപ്പെടുത്തും എന്നൊക്കെ വിചാരിച്ചു. നൗ ഐ ആം ഹാവിങ് എന്തെങ്കിലും ഒരു പ്രതീക്ഷ, ഒരു ഹോപ്പ് എനിക്കുണ്ട്. അതുകൊണ്ട് എൻ്റെ എല്ലാ ഫുൾ സപ്പോർട്ടും ഉണ്ടായി. ഞാൻ തൃശ്ശൂർ ജില്ലയിൽ നിന്ന് വിളിക്കുന്നു. ഞാൻ നിങ്ങളുടെ കാര്യത്തിൽ സപ്പോർട്ട് കുറെ നാളുകളായിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഞാൻ നിങ്ങളുടെ സംഘടനയ്ക്ക് എല്ലാ സപ്പോർട്ടുകളും നിങ്ങൾ ഞങ്ങളുടെ നാട്ടിലും തുടങ്ങണമെന്നാണ് എൻ്റെ അഭിപ്രായം. എവിടുന്നാ വിളിക്കുന്നേ? ഞാൻ തൃശ്ശൂരിലെ മാളാന്ന് കേട്ടിട്ടുണ്ടോ? മാള അച്ഛന്റെ പേരെന്തുവാ? എന്റെ പേര് ശിവാനന്ദൻ. ഞാൻ എല്ലാ ഭാഗങ്ങളും നേരുന്നു. ഞങ്ങളുടെ നാട്ടിൽ മിതമായി വരണമെന്ന് അതിയായ ആഗ്രഹത്തില് സാബു ജേക്കബ് സാറിന് എല്ലാ ഭാവങ്ങളും നന്മകളും നേരുന്നു. അതോടൊപ്പം ദൈവം അനുഗ്രഹിക്കട്ടെ. ഹലോ സാബു സാർ, നമസ്കാരം. എൻ്റെ പേര് ജോയ് ആണ്. ഞാൻ ട്രിവാൻഡ്രത്ത് നിന്ന് വിളിക്കുകയാണ്, ട്രിവാൻഡ്രത്ത് നിന്ന് സംസാരിക്കുകയാണ്. അടുത്ത ഇലക്ഷന് ഭരണം പിടിക്കണം. സാറിൻ്റെ ഒപ്പം നമ്മളുണ്ട്. അപ്പോൾ ഇതിൻ്റെ എന്തെങ്കിലും ഫംഗ്ഷനോ മീറ്റിങ്ങോ ട്രിവാൻഡ്രത്തുണ്ടെങ്കിൽ വാട്സാപ്പിലൊന്ന് അറിയിക്കണം. ഓക്കെ. ഇത് നമ്മുടെ പത്തനംതിട്ട ജില്ലയിൽ ആറന്മുളയുടെ അക്കരെ കര, അതായത് കോഴിപ്പാലം ഭാഗമായിട്ട് വരും. തോട്ടപ്പശ്ശേരി പഞ്ചായത്തും കോയിപ്പുറം പഞ്ചായത്തുമാണ് നമ്മുടെ ഒരു അംഗങ്ങൾ. കോയിപ്പുറം പഞ്ചായത്തും തോട്ടപ്പശ്ശേരി പഞ്ചായത്തും. തോട്ടപ്പശ്ശേരി പഞ്ചായത്ത് ഇരിക്കുന്ന മാരാമൺ കൺവെൻഷൻ ഇരിക്കുന്നത്. അപ്പം 5 മെമ്പർഷിപ്പ് നമ്മുടെ കുടുംബം അംഗങ്ങൾ 5 പേരാണ്. 5 പേരുടെ മെമ്പർഷിപ്പ് എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. അവൻ സൗദിയിലാണ്. ഇപ്പം ഞാനിരിക്കുന്നത് ലിബിയയിലും. അപ്പം ഒരു പരിപാടി നടക്കത്തില്ല. അവനോട് ഈ ഓൺലൈനായിട്ട് മെമ്പർഷിപ്പ് എടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് എല്ലാ നന്മകൾക്കും നമ്മുടെ പാർട്ടിക്ക് വേണ്ടി നേരുന്നു. ഇത് ശക്തമായിട്ട് തന്നെ വിജയം നേടും എന്നുള്ള ഉറച്ച വിശ്വാസമുണ്ട്. പിന്നെ ഈ വോട്ടിംഗ് മെഷീനിൽ കൃത്രിമമൊന്നും കാണിക്കാതിരുന്നാൽ മതി, അങ്ങനൊരു ഭയമുണ്ട്. എല്ലാ ജനവും ഇഷ്ടപ്പെടുന്ന ഒരു പാർട്ടിയാണ് 2020. ഹലോ സുനിൽ സാറേ, ഞാൻ സണ്ണിയാണ് അമേരിക്കയിൽ നിന്ന്. സുനിലിൻ്റെ വീഡിയോ ചാനൽ എല്ലാ ദിവസവും ഞാൻ ആദ്യം കാണുന്നുണ്ട്. അതിനകത്ത് പൊതുജനങ്ങളുടെ അഭിപ്രായം അത് ശരിക്കും മുതലെടുക്കുക ചെയ്യേണ്ടത്, അത് മുമ്പോട്ട് കൊണ്ടുപോകണം. അതുപോലെ തന്നെ കമ്മ്യൂണിസ്റ്റിൻ്റെ വോട്ട് അവർക്ക് തിരിഞ്ഞു പോവുകയില്ല. അതുകൂടെ എങ്ങനെയെങ്കിലും വീഴ്ച വെട്ടിയിലാക്കിയെടുക്കണം. കമ്മ്യൂണിസ്റ്റിൻ്റെ വോട്ട് അവർക്കല്ലേ കൊടുക്കുള്ളൂ. പണ്ട് കാലം മുതലേ അവരവരുടെ കുത്തകയായിട്ട് വെച്ചിരിക്കുന്നത്, അതുകൂടെ പിടിച്ച് പറിച്ചെടുക്കണം. അങ്ങനെയുള്ള നീക്കങ്ങൾ ഉണ്ടാകണം. അതുകൊണ്ട് സാരോട് കൂടുമ്പോഴത്തേ സുനിലോട് കൂടി എവിടെയെങ്കിലും രാഷ്ട്രീയ പ്രവർത്തനം തുടങ്ങിക്കോ. അത് തന്നെ ഞങ്ങളെ കൊണ്ടൊക്കെ ചെയ്യാവുന്ന, പുറത്തുകളൊക്കെ ഞങ്ങളെ കൊണ്ടൊക്കെ ചെയ്യാവുന്ന സഹായങ്ങളൊക്കെ ഞങ്ങൾ ചെയ്യാം. ഒരു പഞ്ചായത്തിലാണ്, പഞ്ചായത്തിലെ മുനിസിപ്പാലിറ്റിയാണ്, മുനിസിപ്പാലിറ്റി എവിടെയെങ്കിലും ഓരോരുത്തരും ഇങ്ങനെ പടിപടിയായിട്ട് മുമ്പോട്ട് നിങ്ങൾ ഓരോരുത്തരും മുമ്പോട്ട് വന്നാലേ ഒക്കുള്ളൂ. അല്ലെങ്കിൽ എവിടെയെങ്കിലും നിൽക്കുകയല്ലേ. ഈ കേരളം ഇതുപോലെ തയ്ച്ചു പോയത് ഇനി അത് മുമ്പോട്ട് തുടർന്നുകൊണ്ടേ ഇരിക്കും. മുങ്ങുന്ന കപ്പല് മുങ്ങിക്കൊണ്ടേ ഇരിക്കുകയുള്ളൂ. പിടിച്ചു കയറ്റാൻ സാബുവിൻ്റെ ആ ഐഡിയകളെല്ലാം ഏറ്റവും വലുതാണ്. അത് മുതലെടുത്തേ പറ്റുള്ളൂ. അതിന് സുനിൽ നിങ്ങളും നമ്മുടെ KM ഷാജിഹാനും കൂടെ കൂട്ടുന്നതല്ല. പുള്ളിയും ഒത്തിരി ഐഡിയകളൊക്കെ ഉണ്ട്. പുള്ളിയുടെ ഗ്രൂപ്പിൽ തന്നെ കുറച്ച് ലോയേഴ്സൊക്കെ ഉണ്ട്. അവരും ഒക്കെ കൂടെ നല്ലതാണ്. എങ്ങനെയെങ്കിലും മുമ്പോട്ട് കൊണ്ടുവരണം. ഞാൻ ഇവിടെ പറവൂരിന്നാ വിളിക്കണത്. എൻ്റെ പേര് ശിവദാസ്. പറഞ്ഞോ. ഞാനൊരു പാർട്ടി മെമ്പറാണ്. 10-30 വർഷമായിട്ട് CPIയുടെ പാർട്ടി മെമ്പർഷിപ്പ് ഉള്ള ആളാണ്. എനിക്ക് വിദ്യാഭ്യാസം കുറവാണ്, 7ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ. അപ്പോൾ നമ്മൾക്ക് ഈ 2020 ആയിട്ടൊക്കെ വളരെയധികം അടുപ്പം തോന്നുന്നുണ്ട്.
ഇപ്പോഴത്തെ കണ്ടീഷനിൽ സജീവമായിട്ട് അതിനുവേണ്ടി പ്രവർത്തിക്കണമെന്നുള്ള ആഗ്രഹമുണ്ട്. പക്ഷെ നമുക്കതിനുള്ള അവസരം കിട്ടാനില്ല. ഞാൻ നേരത്തെ പറഞ്ഞില്ല, എനിക്ക് വിദ്യാഭ്യാസം കുറവുള്ളതിന്റെ പേരിൽ. അല്ല, വിദ്യാഭ്യാസം ഒരു പ്രശ്നമല്ലല്ലോ. ഒരു പാർട്ടിയിൽ പ്രവർത്തിക്കാൻ ഒരു വിദ്യാഭ്യാസം നമുക്കൊരു തടസ്സം വന്ന ഘടകങ്ങളല്ലല്ലോ. അല്ല, എനിക്ക് വാട്സപ്പ് ചെയ്യാൻ അങ്ങനെയുള്ളതൊന്നും എനിക്ക് അറിയില്ല, അതിന്റെ ഒരു കുഴപ്പമാണ്. ആയിക്കോട്ടെ. ഇപ്പൊ നിലവിലുള്ള ഈ ഇടതുപക്ഷത്തിന്റെ ഭരണത്തെ അങ്ങ് എങ്ങനെ വിലയിരുത്തുന്നു ഒരു പാർട്ടി പ്രവർത്തനം എന്ന നിലയ്ക്ക്? പാർട്ടി പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഇപ്പോഴായിട്ടല്ല, എനിക്ക് കഴിഞ്ഞ 5 വർഷത്തെ ഭരണം തന്നെ എനിക്ക് തൃപ്തികരമല്ല. കാരണം കഴിഞ്ഞ 5 വർഷം കേരളത്തിലെ ജനങ്ങൾ പ്രബുദ്ധരാണെന്ന് പറയാനായിട്ട് എനിക്ക് സാധിക്കില്ല. കാരണം കേരളത്തിലെ ജനങ്ങൾ വിഡ്ഢികളാ. കഴിഞ്ഞ ആദ്യത്തെ പിണറായി വിജയന്റെ 5 വർഷത്തെ ഭരണം ഈ കേരളത്തിലെ ജനങ്ങളെ മുഴുവനും വിഡ്ഢികളാക്കിക്കൊണ്ട് വരികയാണ് ഇത്. പക്ഷെ എന്നിട്ടും കേരളത്തിലെ ജനങ്ങള് ആ പ്രസ്ഥാനത്തെ വിജയിക്കുക, അതായത് 50 സീറ്റ് പോലും കിട്ടാൻ യോഗ്യതയില്ലാത്ത അവിടുത്താണ് 99 സീറ്റ് കൊടുത്തത്. തീർച്ചയായിട്ടും അത് കോൺഗ്രസിന്റെ ബലഹീനതയാണ്. കോൺഗ്രസ് ഈ രാജ്യത്ത് ഒന്നും ചെയ്യാൻ കൊള്ളില്ലാത്തൊരു പ്രസ്ഥാനമായി മാറിക്കൊണ്ടിരിക്കുന്നതിന്റെ പുറത്താണ് LDF വീണ്ടും അധികാരത്തിൽ വന്നത്. ഇപ്പൊ വന്ന് 2.5 കൊല്ലമായിട്ട് VD സതീശൻ എന്ന് പറയുന്ന പ്രതിപക്ഷ നേതാവ് ചെറുപ്പക്കാരനാണ്, സുന്ദരനാണ്, കഴിവുണ്ടെങ്കിൽ ഒരു പ്രതിപക്ഷ നേതാവിന്റെ യാതൊരു ഗുണവും അദ്ദേഹത്തിന് ഇല്ല. വെറുതെ സർക്കാരിന്റെ പ്രതിപക്ഷ നേതാവിന് കിട്ടുന്ന ആനുകൂല്യം പറ്റിക്കൊണ്ട് ഒരു MLA ആയിട്ടിരിക്കുന്ന അദ്ദേഹം യോഗ്യനാണ്. അതിന്റെ അപ്പുറത്ത് VD സതീശന്റെ മണ്ഡലത്തിൽ നിന്നാണ് വിളിക്കുന്നത്. മണ്ഡലത്തിൽ നിന്നാണ് വിളിക്കുന്നത്. എനിക്ക് അദ്ദേഹത്തിന്റെ സ്നേഹവും ബഹുമാനം എല്ലാം നിലനിർത്തിക്കൊണ്ട് പറയാ, ഒരു പ്രതിപക്ഷ നേതാവ് സ്ഥാനത്ത് ഇരിക്കാനുള്ള യാതൊരു ക്വാളിഫിക്കേഷനും വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിലല്ല, സാമൂഹികമായ ഇടപെടലിൽ പ്രതിപക്ഷ നേതാവിന്റെ ഉത്തരവാദിത്വം എന്താണെന്ന് അദ്ദേഹത്തിന് അറിയില്ല. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. അദ്ദേഹം കയറി വന്നത് എങ്ങനെയാണെന്ന് അത് രാഷ്ട്രീയമായിട്ട് എന്റെ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ഒരു പിടിപ്പോട് കൊണ്ടാണ് അദ്ദേഹം ഇവിടെ ജയിച്ചത്. അതിന്റെ രാഷ്ട്രീയ വശം വേറെ. അപ്പൊ ജയിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹം എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ വോട്ട് സ്വാധീനിച്ചുകൊണ്ടിരിക്കുന്ന ഇടതുപക്ഷത്തിന്റെ വോട്ടുകളാണ്. ജയത്തിനല്ലല്ല വിഷയം. നമ്മളൊരു ഉത്തരവാദിത്വം ഏറ്റെടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനൊരു പവറുണ്ട്. പ്രതിപക്ഷ നേതാവിന് മുഖ്യമന്ത്രിയുടെ അതേ പവറുണ്ട്. ഈ ഇത്രയും ജനങ്ങളെ സംരക്ഷിക്കാനുള്ള മുഖ്യമന്ത്രിക്ക് ബാധ്യത ഉണ്ടെങ്കിൽ അതിനൊപ്പം തന്നെ അതേപോലെ തന്നെ ബാധ്യതയുള്ള ആളാണ് പ്രതിപക്ഷ നേതാവ്. പക്ഷെ ആ കടമ അദ്ദേഹം നിറവേറ്റുന്നില്ല. അതുകൊണ്ടുള്ള ഇതാണ്. അതുകൊണ്ട് ആ കോൺഗ്രസിലേക്ക് ആരും ചെല്ലൂല. കാരണം കോൺഗ്രസിന് നാഥനില്ല. അപ്പൊ ആ ഒരു അവസ്ഥയിൽ ഇപ്പൊ 2020 വേണ്ടി ഞങ്ങൾ എന്ത് ചെയ്യാൻ തയ്യാറ്? ഇവിടെ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. അവരെയൊക്കെ സംഘടിപ്പിച്ച് നിർത്താം. അവരോടൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് അതിന് പ്രവർത്തിക്കാൻ. ഞാൻ 10-20 കൊല്ലമായിട്ട് 20 25 30 കൊല്ലത്തോളം പാർട്ടി മെമ്പർഷിപ്പുള്ള ആളാ. പാർട്ടി ലോക്കൽ കമ്മിറ്റി വരെ പോയിട്ടുണ്ട്. പിന്നെ ഞാൻ കൽപ്പണിക്കാരനാണ്. പണിയെടുക്കണതിന്റെ പുറത്ത് എനിക്ക് രാഷ്ട്രീയത്തോട് വലിയ താല്പര്യമില്ലാത്തതല്ല, സമയം കിട്ടാറില്ല. അതുപോലെ നമ്മുടെ ഈ ചാനൽ ചർച്ചയില് പെട്രോളിന്റെ ഡീസലിന്റെയും കാശ് കൂടുന്ന കാര്യം പറഞ്ഞു. എന്നാല് അതുപോലെ തന്നെ മദ്യത്തിന് കൂട്ടിയിട്ടുണ്ട് 50 രൂപ വെച്ച്. 500 രൂപയില് മേലെയുള്ള മദ്യത്തിന്റെ ബോട്ടലിന് 50 രൂപ വെച്ച് കൂട്ടിയിട്ടുണ്ട് പെൻഷൻ കൊടുക്കാൻ വേണ്ടി. അത് ഒരു ചാനലുകാരും പറയുന്നത് മദ്യത്തിന്റെ കാശ് നല്ലതാണ്, മദ്യത്തെ കുറിച്ച് പറയാൻ ബുദ്ധിമുട്ടാ. സുരേഷ് ഗോപിയും പൊതുവേദിയിൽ സംസാരിച്ചപ്പോ പെട്രോളിന്റെയും ഡീസലിന്റെയും കാര്യം പറഞ്ഞു. എന്നാൽ മദ്യത്തിന് 50 രൂപ കയറ്റിയിട്ടുണ്ട്. അതായത് 500 രൂപയിൽ മേലുള്ള ഒരു ബോട്ടിൽ മദ്യത്തിന് 50 രൂപ കയറ്റിയിട്ടുണ്ട്. അങ്ങനെ കയറ്റുമ്പോൾ എന്തോരം കാശ് കിട്ടും? അപ്പൊ അത് പറയണില്ല. അപ്പൊ അതെന്താണ് മദ്യം മോശമാണ് സംഭവിച്ച്. പക്ഷെ അതിന്റെ കാശ് എന്താണല്ലേ അത് വെളിച്ചത്ത് പറയാൻ ബുദ്ധിമുട്ട്. പക്ഷെ അത് പറയണം. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.